ഹായ് ഹലോ, ഇന്നൊരു ഫാമിലി ട്രിപ്പ് കണ്ടാലോ? ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ നോക്കാം. നമ്മൾ കാലിക്കറ്റ് ടു ഊട്ടിയിലേക്കാണ്, ഒരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ നൈറ്റ് 12 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മളൊരു ഇന്നോവയിലായിരുന്നു, 8 പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചുരത്തിൽ കൂടെ പോകുമ്പോഴാണ് ആന ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞത് മുമ്പത്തെ വണ്ടിക്ക് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കി, പക്ഷേ അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഈ കാണുന്നതൊക്കെ ഊട്ടിയിലത്തെ ചെറിയ ചെറിയ വീടാണ് കേട്ടോ. നമുക്ക് ചുരത്തിൻ്റെ താഴത്തേക്ക് നോക്കിയാൽ ഈ ലൈറ്റിൽ കാണുന്നതൊക്കെ അവിടുത്തെ വീടായിരുന്നു. ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. ആന ഇറങ്ങിയപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കേണ്ടി വന്നു. നമ്മളെ മുമ്പിൽ ട്രാവലർ ഉണ്ടായിരുന്നു, പിന്നെ ബൈക്ക് ഉണ്ടായിരുന്നു സൈഡിലൊക്കെ. അപ്പോൾ അവരെല്ലാവരും ഒന്ന് പേടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആന ഒന്ന് കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നൊരു ലോറി വന്നപ്പോഴാണ് നമ്മളെല്ലാവരും പോകാൻ റെഡി ആയത് കേട്ടോ. കാരണം നമ്മുടെ മുമ്പിൽ കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു വാനായിരുന്നു. അപ്പോൾ അവർക്ക് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ലോറി വന്ന് ഓക്കെ പറഞ്ഞപ്പോഴാണ് എല്ലാവരും അവിടെ നിന്ന് പോകാൻ റെഡിയായത്. നമ്മൾ ബാക്കിൽ ഒരു കാറുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഈ ഏരിയയിലൊന്നും അങ്ങനെ ഹോണ് മുഴക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ നമ്മൾ ബാക്കിലുള്ള ഏതോ ഒരു കാറുകാരൻ അവരിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുക്കാൻ നോക്കി കേട്ടോ, എവിടെയെങ്കിലും ആന ഉണ്ടോയെന്ന്. പക്ഷെ അതൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ഊട്ടി എത്തി. അപ്പം ഭയങ്കര തണുപ്പ് വരാൻ തുടങ്ങി കേട്ടോ. നമ്മൾ എത്തിയ പാടെ തന്നെ ഒരു ചായ പാസ്സാക്കി. പിന്നെ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ പന്നി അവിടെ നിൽക്കുന്നത് കണ്ടോ. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോയും പാസ്സാക്കി. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ നമ്മളെ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾ ഊട്ടിയിലാണ് നമ്മളെ കസിന് താമസിക്കുന്നത്. അവരവിടെ സെറ്റിൽഡാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. എൻ്റെ പിന്നെ അതേപോലെ ഉമ്മ, താത്ത, അങ്ങനെ എല്ലാവരും ആയിട്ട് അളിയന്മാരെ അങ്ങനെയാണ്. ഫുള്ള് ലഗേജൊക്കെയാണ് കേട്ടോ ബൈക്കിൽ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ടൈമും കൂടെ ഉള്ളൂ കേട്ടോ അവിടേക്ക് എത്താൻ. അവിടെ എത്താൻ നേരത്തുള്ളൊരു വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തൊരു വ്യൂ ആണ്. നമുക്ക് മോർണിംഗ് വ്യൂ എന്നൊക്കെ പറയാം. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മോർണിംഗ് വ്യൂ. ഒന്നും പറയാനില്ല. എല്ലാ വീട്ടിലത്തെ ലൈറ്റും നോക്കിയാൽ താഴെ നമ്മൾ നിർത്തിയിട്ട് കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ വ്യൂ. നമ്മൾ മോർണിംഗ് ഒരു 6 മണി 6:30 അവിടെ എത്തി കേട്ടോ. ഊട്ടിയിലാണ് കസിൻ്റെ വീട് വരുന്നത്. അപ്പോൾ അവിടെ എത്തി. അങ്ങനെ ഇത് കസിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അങ്ങനെ അവിടേക്ക് പോയി, നമ്മൾ വീട്ടിൽ പോയി ജസ്റ്റ് ബാഗും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. ഇത് വീടിൻ്റെ മുമ്പിലുള്ള വ്യൂ ആണ്. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് വില്ലേജാണ് വീട് വരുന്നത്. ഊട്ടീൻ്റെ ശരിക്കും ഈ ക്രൗഡിലേക്ക് പോകുന്നക്കാട്ടി നല്ല വില്ലേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആട്ടോ. എല്ലാവരും എന്തായാലും വില്ലേജ് സൈഡിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ എന്തൊരു രസമാണ് അവിടെ വീടൊക്കെ കാണാൻ. നമ്മളെ ഈ തൊട്ടടുത്താണെങ്കിൽ പോലും അതിനൊരു രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ ഏതോ ഒരു മൂവിയിൽ ഇവിടെ എന്തോ വെച്ച് മറന്ന ഒരു രംഗം പോലെ കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ഇവരെ വീടിൻ്റെ താഴെയായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. KT റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. അവിടുന്ന് ഒരു ട്രെയിൻ പോകുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടില്ല. ഓൺലൈനായിട്ടേ നമുക്ക് ടിക്കറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. കുറച്ചൊരു കാടൊക്കെയാണ് വരുന്നെങ്കിൽ പോലും നമുക്ക് എളുപ്പവഴിയായിട്ട് ഒരു റോഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേഗം എത്താൻ പറ്റി. ഇത് അതിൻ്റെ ഒരു ബോഗി അവിടെ വെറുതെ ഇട്ട് വെച്ചതാണ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ അവിടുന്ന് വില്ലേജിലേക്കൊന്ന് നടന്നു പോയി. നല്ല അടിപൊളി വില്ലേജാണ് കേട്ടോ. വില്ലേജിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. നമ്മൾ ബീട്രൂട്ട് കൃഷി, അതേപോലെ ക്യാരറ്റ്. നമുക്ക് അവിടുന്ന് വരുമ്പോൾ കുറച്ച് ബീട്രൂട്ടൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ അവിടെ ചായക്കടയിൽ പോയപ്പോൾ അവർ 7:30 ചായ വരാനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് താഴത്തേക്ക് പോയി അപ്പോൾ കണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് ആ മലമുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഇത് ബീട്രൂട്ട് കൃഷിയാണ് വരുന്നത് തോന്നുന്നു. ഇത് ക്യാരറ്റാണ്. ചെറിയ ചെറിയ തട്ട് കൃഷിയായിട്ടാണ് അവർ ചെയ്തത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്മശാനം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ റിട്ടേൺ വന്നു, ചായ കുടിച്ചു. ചായയും വടയാണ് വരുന്നത്. അവിടെ നമുക്ക് പ്ലേറ്റിലൊന്നുമല്ല വരാം. അപ്പോൾ നോക്കിയപ്പോൾ ട്രെയിൻ വരാൻ സമയമായി, 8:30 ട്രെയിൻ വന്നു. നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ, നമുക്ക് കയറാൻ പറ്റില്ല, കാരണം നമ്മളെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് നോക്കുന്നവർ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റും നോക്കി അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അവിടെ എന്തോ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ കസിൻ്റെ റിസോർട്ട് കാണാൻ പോയി. അപ്പോൾ അവിടുന്ന് റിട്ടേൺ വരുമ്പോൾ ഒരു കാട്ടുപോത്തിനെ കണ്ടു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ജസ്റ്റ് ഒന്ന് ഊട്ടി ഒന്ന് കറങ്ങാൻ, നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഇങ്ങനെ നടന്നു പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഞാൻ അതിലേക്ക് പകർത്തിയത്. പിന്നെ ഊട്ടീൻ്റെ തിരക്ക് തുടങ്ങി, കാരണം നമുക്ക് ബുക്ക് പൂജയായിട്ട് അവിടെ 10 days ആണ് ലീവ് വരുന്നത്. അപ്പോൾ ഈവനിങ് ആണ് അവിടെ കുറച്ചും കൂടി തിരക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഊട്ടി അവിടുത്തെ ഒരു ലേക്ക് ഉണ്ടല്ലോ, അവിടെ ഒന്ന് പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ ആണല്ലോ കുതിര സവാരി വരുന്നത്. അപ്പോൾ ഉമ്മക്ക് അതിൽ കയറണമെന്ന് ഒന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കയറാൻ അങ്ങനെ പ്ലാൻ ഇട്ടു. ഇത് വേറെ ഒരു ലേഡി അതിൽ കയറിയതാണ് കേട്ടോ. അവർ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മനെ കയറ്റാൻ താത്ത കൊണ്ടുപോകുന്ന വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ആൾ കയറിയില്ല, ആൾ പേടിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ തന്നെ ഓടി വന്നു, ആൾ കയറിയിട്ടില്ല. പിന്നെ നമ്മൾ മാങ്ങ മുളക് പൊടി ഇട്ടത് കഴിച്ചു. അത് കഴിക്കാതെ എങ്ങനെയാലും റിട്ടേൺ വരെ എവിടെ നോക്കിയാലും അതാണ് കൂടുതലായിട്ട് അവൈലബിൾ. അപ്പോൾ ഇതൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഊട്ടി. അന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ ടോപ്പ് തിരക്കായിരുന്നു. നമ്മൾ റിട്ടേൺ വരുന്ന ഡേ ആയിരുന്നു അത്. അപ്പോൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനും പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ചോക്ലേറ്റ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ശരിക്കും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫോണൊന്നും ഇല്ലടോ, ഫാമിലീൻ്റെ ഒപ്പം പോയാലും മതി. നല്ല അടിപൊളി ഫാമിലി ആണെങ്കിൽ ഒന്നും പറയാനുണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് വൈബായിട്ടിരിക്കുക. അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ഗെയിം ഹൗസ് വരുന്നുണ്ട്. അങ്ങനെ ഗെയിം കളിച്ചിട്ട് എൻ്റെ ഇളയൾക്ക് കിട്ടിയതാണ് ഈ 2 ടോയും കേട്ടോ. ഈ മിക്കി മൗസും അതേപോലെ തന്നെ നമ്മളെ ഡക്കും.